നമസ്തേ. മംഗളം കേട്ടത് മറ്റുള്ളവർ കേൾക്കാതെ പോയതെന്തേ? വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിനെ സംബന്ധിച്ച വിവാദം അവസാനിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം, ക്രെഡിറ്റ് തർക്കം തൊട്ട് BJP അധ്യക്ഷൻ നേരത്തെ എത്തി വേദിയിലിരുന്ന മുദ്രാവാക്യം വിളിച്ചു എന്ന ആരോപണത്തിൽ വരെ ലഹളം മൂപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. ചടങ്ങിനു ശേഷം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതും ട്രോളിന് ഇരയാക്കപ്പെട്ടതും രാജീവ് ചന്ദ്രശേഖറാണ്. ഈ ട്രോളുകൾക്ക് പിന്നിലും രാഷ്ട്രീയ എതിരാളികളെക്കാൾ ഉത്സാഹിച്ചത് മാധ്യമങ്ങൾ തന്നെ. ഹിന്ദു വിശ്വാസം, ജനവും ജന്മഭൂമിയും ഒഴികെ മിക്കവാറും മുഖ്യധാരകൾ എല്ലാം ഇതിൽ ഒളിഞ്ഞും തെളിഞ്ഞും അണിചേർന്നു. എന്തിന് ഏഷ്യാനെറ്റ് പോലും ട്രോൾ ഒരുക്കുന്നതിലും പ്രൊമോട്ട് ചെയ്യുന്നതിലും മാറി നിന്നില്ല. എന്നാൽ ഹിന്ദു വിശ്വാസം, ജനവും ജന്മഭൂമിയും അല്ലാത്ത ഒരു മാധ്യമം മംഗളവും ഈ ട്രോൾ പ്രൊമോഷനിൽ പങ്കാളിയായില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തത്തക്ക മട്ടിലുള്ള മോദിജിയുമായുള്ള ഇടപഴകൽ നന്നായി റിപ്പോർട്ടാക്കുകയും ചെയ്തു. മോദിജിയുടെ സ്നേഹവാത്സ്യങ്ങൾ അതേ രീതിയിൽ ഒപ്പി അവതരിപ്പിക്കുക മാത്രമല്ല, കേസെഹോ അധ്യക്ഷ് ജി എന്ന കുശലാന്വേഷണം ശ്രദ്ധയോടെ കേട്ട് ഗൗരവതയോടെ തലക്കെട്ട് ചേർത്തും മാന്യത പാലിച്ചു. കേസെഹോ അധ്യക്ഷ് ജി എന്ന കുശലാന്വേഷണത്തിന്റെ മാനങ്ങൾ അറിയാവുന്നതുകൊണ്ടുകൂടിയാണല്ലോ രാജീവ് ചന്ദ്രശേഖരനെ ട്രോളി ഒതുക്കാൻ ചിലർ ഗൂഢാലോചന നടത്തിയത്. ഈ കേസെഹോ അധ്യക്ഷ് ജി എന്ന കുശലാന്വേഷണം മംഗളം ഒഴിച്ച് മറ്റാരെങ്കിലും റിപ്പോർട്ട് ചെയ്തുവോ? മംഗളത്തിന് കേൾക്കാൻ കഴിയുന്ന കുശലാന്വേഷണം മറ്റാർക്കും കേൾക്കാൻ ചെവിയില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? മംഗളത്തിന് പകരം ഏഷ്യാനെറ്റ് ആയിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ സ്ഥാപന ഉടമയ്ക്ക് കൊടുക്കുന്ന ബൂസ്റ്റിംഗ് എന്ന ആരോപണം കൊണ്ടുവന്നേനെ. ഹിന്ദു വിശ്വാസോ ജനമോ ജന്മഭൂമിയോ ആയിരുന്നുവെങ്കിൽ രാജീവ് ജിക്ക് ഹൈപ്പ് കൊടുക്കാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ ഉണ്ടാക്കിയെന്ന് ആരോപിക്കപ്പെടുമായിരുന്നു. മനസ്സിലാക്കിയത്തോളം മംഗളവും രാജീവ് ചന്ദ്രശേഖറുമായോ BJPയുമായോ പ്രത്യേകിച്ച് ഉടമസ്ഥതാ ബന്ധമോ നാഭീനാള ബന്ധമോ ഒന്നുമില്ലല്ലോ. മംഗളത്തിന് കേൾക്കാൻ കഴിയുന്ന കുശലാന്വേഷണം മറ്റാർക്കും കേൾക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ മറുപടി പറയേണ്ടതുണ്ട്. ഇടയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കപ്പെടുമെങ്കിലും പൊതുവെ പിണറായി മഹത്വം ഒഴിച്ച് മറ്റെല്ലാറ്റിനും തിരസ്കരിക്കാൻ പോന്ന മുൻവിധികളുമായിട്ടാണ് മാധ്യമങ്ങൾ വിഴിഞ്ഞം അനുബന്ധ കാര്യങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തത് എന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്നു.